ഏ ഇവളാ ഇവളാണ് കല്യാണത്തിന് സമ്മതിക്കാഞ്ഞേ? എടി കേട്ടാ, എന്റെ മോള് പറഞ്ഞ കേട്ടാ, ഈ കാറിനാണ് കല്യാണത്തിന് സമ്മതിക്കാഞ്ഞേ. എന്ത് ഉപദേശോട് നീ പറഞ്ഞു കൊടുത്തത്? പറയടി. അത് തന്നെ, നീ ആൾക്കൊള്ളാനാ മിണ്ടാ പൂജന പോരി എന്നിട്ട് നീ എന്തൊക്കെയാ അവൾക്ക് പറഞ്ഞു കൊടുത്താകുന്നത്? നീ അവിടെ ചേട്ടത്തിയല്ലേ, ഒരമ്മയുടെ സ്ഥാനത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കേണ്ടത് നീയാ. അവളെ ഇത്ര നാളും കല്യാണത്തിന് സമ്മതിക്കാണ്ടിരുന്നത്. നിങ്ങൾ രണ്ടൊരു ചേട്ടത്തിന്റെ ചീത്ത പറയാൻ എന്തിനാണ്? പിന്നെ അവൾ ചീത്ത പറയാണ്ട് അവള് ഇത്ര നാൾ കല്യാണത്തിന് സമ്മതിക്കാണ്ടിരുന്നത്. ചേട്ടത്തി കാരണോട് കല്യാണത്തിന് സമ്മതിക്കാത്തതെന്ന് ഞാൻ പറഞ്ഞില്ല. കല്യാണം കഴിക്കാത്തത് എന്താണെന്ന് ചോദിച്ചപ്പോ ചേട്ടത്തി ആണെന്നല്ലേ ഞാൻ പറഞ്ഞോളൂ. അതെന്താണ് ചേട്ടത്തിയാന്ന് പറഞ്ഞത്? ചേട്ടത്തിന്റെ ജീവിതം കണ്ട? ചേട്ടത്തി കല്യാണത്തിന് മുമ്പ് ചേട്ടത്തിന്റെ വീട്ടില് രാജകുമാരിയുടെ പോലെ ജീവിച്ചതാണ്. ഇപ്പൊ കല്യാണത്തിന് ശേഷം ചേട്ടത്തിന്റെ അവസ്ഥ എന്താ? ഈ വീട്ടിലെ ഒരു വേലക്കാരത്തിയല്ലേ? അതുപോലെ ഒരു വേലക്കാരത്തിയാവാൻ എനിക്ക് താല്പര്യമില്ല. അമ്മനെ പോലെ മരുമോളെ ശത്രുവായിട്ട് കാണുന്ന ഒരമ്മായി അമ്മനെയാണ് എനിക്ക് കിട്ടണെങ്കിലാ. എന്തിനീ ചേട്ടൻ തന്നെ ഉണ്ടാ ഭാര്യനോട് എന്തെങ്കിലും സ്നേഹം ഉണ്ടാ? ചേട്ടനെ പോലത്തെ ഒരു ഭർത്താവിനാണ് എനിക്ക് കിട്ടണെങ്കിലാ. എന്റെ ജീവിതം അതോടെ തീർന്നില്ലേ? അതുകൊണ്ടാണ് ഞാൻ കല്യാണം വേണ്ടാന്ന് പറഞ്ഞത്. കല്യാണം എന്ന് കേൾക്കുമ്പോഴേ ഇപ്പൊ പേടിയാണ്. എനിക്ക് വേണ്ട കല്യാണമൊന്നും. ഞാൻ എല്ലാ മനസ്സമാധാനത്തോടെ ഇവിടെ ജീവിച്ചോളാം. ഇവളുടെ ഈ നോട്ടത്തിലും അവളുടെ ആ മൗനത്തിലുമുണ്ട് അവൾക്ക് പറയാനുള്ളതെല്ലാം. സ്വന്തം മരുമകളെ അടിമയാക്കി വെച്ചപ്പോൾ ഈ അമ്മ ഒരിക്കലും ചിന്തിച്ചില്ല തന്റെ മകൾ ഇങ്ങനെയൊരു ജീവിതം തിരഞ്ഞെടുക്കുമെന്ന്. അവളുടെ ആ ഒരു തീരുമാനത്തിൽ അവളെ തെറ്റു പറയാനും സാധിക്കില്ല. സ്വന്തം കൺമുന്നിൽ തന്റെ ചേട്ടത്തിയോട് അമ്മയും ചേട്ടനും ചെയ്യുന്നതെല്ലാം കണ്ട് തന്റെ ജീവിതവും അങ്ങനെയായി പോകുമോ എന്നുള്ള ഒരു പേടിയാണ് അവളെ ആ തീരുമാനത്തിലേക്ക് എത്തിച്ചത്. അതെ, തന്റെ മകൾ വിവാഹം കഴിക്കാതെ അവളുടെ ജീവിതം നശിച്ചു പോകുമെന്നോർത്ത് വേദനിച്ച ആ അമ്മ ഒരു കാര്യം ഓർത്താൽ നന്ന്: നിങ്ങളുടെ മരുമകളും ഒരമ്മയുടെ മകളാണെന്ന കാര്യം.